Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മണ്ഡലം തല പര്യടനത്തിന് തുടക്കമായി. കല്യാശ്ശേരി മണ്ഡലത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. താഴേക്കിടയിലെ മനുഷ്യരെ കൂടി കരുതുന്ന സംരംഭകരെയാണ് കാലം ആവശ്യപ്പെടുന്നതെന്ന് സ്പീക്കർ AN ഷംസീർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തൊഴിലിന്റെ ഭാഗമായി കൊണ്ടുനടന്നവർക്ക് നാടിന്റെ ഹൃദയത്തിലാണ് സ്ഥാനമെന്നും AN ഷംസീർ. പോസ് മെഷീനുകൾ തകരാറിലായതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിൽ. കാർഡുടമകളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മുടങ്ങിയ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ്. തൃക്കരിപ്പൂരിൽ UDF ജനപ്രതിനിധികളുടെ പ്രതിഷേധം. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന വിവിധ ഗ്രാന്റുകൾ സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മണ്ഡലം തല പര്യടനത്തിന് തുടക്കമായി. കല്യാശ്ശേരി മണ്ഡലത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മണ്ഡലം തല പര്യടനത്തിന് തുടക്കമായി. നേരത്തെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കിയ ശേഷമാണ് ബാലകൃഷ്ണൻ മാസ്റ്റർ പൊതുപര്യടന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വല സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വാദ്യമേളങ്ങളോടെയാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണം ഒരുക്കിയത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പാർലമെന്റിലെത്തണമെന്ന് ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അതിന്റെ അർത്ഥം ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന അടിത്തറയാണ്, നമ്മുടെ ഭരണഘടനയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. എനിക്ക് വോട്ട് ചെയ്യണമെന്നല്ല ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, മറിച്ച് നമുക്ക് വോട്ട് ചെയ്യണം. നിങ്ങൾ വിജയിക്കണം. നിങ്ങൾ ഓരോരാളും നൽകുന്ന വോട്ടിലൂടെ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ഭരണഘടന കാത്തു സംരക്ഷിക്കണം. നമ്മുടെ ഫെഡറൽ സംവിധാനം കൈവിട്ടു പോകാതെ സൂക്ഷിക്കണം. പട്ടുവം മംഗലശ്ശേരിയിൽ നിന്നും തുടങ്ങിയ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് താവം, മുള്ളൂൽ, മൊറാഴ, കപ്പോത്തുകാവ്, കല്യാശ്ശേരി സെൻട്രൽ, കണ്ണപുരം, കർഷക വായനശാല, പുഞ്ചവയൽ, AKG വായനശാല, കുന്നനങ്ങാട് താവം വായനശാല, മാട്ടൂൽ, ഇട്ടമ്മൽ, മാടായി ജനത, മൂലക്കീൽ, അടുത്തില നോർത്ത് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണമൊരുക്കി. സ്വീകരണ കേന്ദ്രങ്ങളിൽ നേതാക്കളായ K പത്മനാഭൻ, PP ദിവ്യ, T ചന്ദ്രൻ, V വിനോദ്, താവം ബാലകൃഷ്ണൻ, P ഗോവിന്ദൻ, PP ഷാജിർ, P നാരായണൻ, T രാജൻ, CM വേണുഗോപാലൻ, സന്തോഷ് അയ്യോത്ത്, രേഷ്മ പരാഗൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. താഴേക്കിടയിലെ മനുഷ്യരെ കൂടി കരുതുന്ന സംരംഭകരെയാണ് കാലം ആവശ്യപ്പെടുന്നതെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പയ്യന്നൂരിൽ KV രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തൊഴിലിന്റെ ഭാഗമായി കൊണ്ടുനടന്നവർക്ക് നാടിന്റെ ഹൃദയത്തിലാണ് സ്ഥാനമെന്നും AN ഷംസീർ പറഞ്ഞു. വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരെ മറക്കാത്ത ചിലരെങ്കിലുമുണ്ട്. താഴേക്കിടയിലുള്ള മനുഷ്യരെ കൂടി കരുതുന്ന സംരംഭകരെയാണ് കാലം ആവശ്യപ്പെടുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തൊഴിലിന്റെ ഭാഗമായി കൊണ്ടുനടക്കുന്നവർക്ക് നാടിന്റെ ഹൃദയത്തിലാണ് സ്ഥാനമെന്നും AN ഷംസീർ പറഞ്ഞു.
ഏറ്റവും ആധുനിക കാലത്ത് അനുയോജ്യമായ നാം ഇവിടെ ഇരിക്കുന്ന ഓഡിറ്റോറിയം ഉൾപ്പെടെ പണിയാനും തയ്യാറായ ഒരു വ്യക്തിത്വമാണ് ശ്രീ KV രാമേന്ദ്രൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചിലർ ഉയർന്നു പോകുമ്പോൾ സാധാരണക്കാരെ കാണുമ്പം വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. പക്ഷെ രാമേന്ദ്രേട്ടൻ ഉയരങ്ങളിലേക്ക് കയറി പോകുമ്പോഴും സാധാരണക്കാരനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകത. പയ്യന്നൂരിൽ KV രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KV രാമചന്ദ്രന്റെ പേരിലുള്ള മൂന്നാമത്തെ പുരസ്കാരം KK ബിൽഡേഴ്സ് ഉടമ KK മോഹൻദാസിന് സ്പീക്കർ സമ്മാനിച്ചു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി. രാമന്തലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, T വിശ്വനാഥൻ, K ജയരാജ്, KT സഹദുള്ള, KU വിജയകുമാർ, പനക്കീൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇ-പോസ് മെഷീനുകൾ തകരാറിലായതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലായി. കാർഡുടമകളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മുടങ്ങിയ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഇ-പോസ് മെഷീനുകളുടെ സെർവറുകൾ തകരാറിലായതോടെയാണ് റേഷൻ വിതരണം മുടങ്ങിയത്. രാവിലെ 10 മണി മുതലാണ് തകരാറുകൾ തുടങ്ങിയത്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം 30-ന് ശനിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് സെർവർ തടസ്സം നേരിട്ടത്. ബുധനാഴ്ചയാണ് ഈ മാസത്തെ അരി പല റേഷൻ കടകളിലും എത്തിയത് തന്നെ. കഴിഞ്ഞ 2 ദിവസം പൊതു അവധിയായതിനാൽ ഇന്ന് റേഷൻ കടകളിൽ പൊതുജനങ്ങളുടെ തിരക്കും അനുഭവപ്പെട്ടിരുന്നു. അതേസമയം സെർവർ തകരാർ പരിഹരിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത്. കാർഡുടമകളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മുടങ്ങിയ റേഷൻ വിതരണം ഏപ്രിൽ മാസം 6 വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി റേഷൻ വിതരണത്തിൽ പ്രധാന തടസ്സമായി മാറിയിട്ടുണ്ട് സെർവറിന്റെ തകരാർ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഭക്ഷ്യവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. മുൻഗണനാ റേഷൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്യുന്നതും സെർവർ തകരാർ കാരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന വിവിധ ഗ്രാന്റുകൾ സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് തൃക്കരിപ്പൂരിൽ UDF ജനപ്രതിനിധികളുടെ പ്രതിഷേധം. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയും ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന മെയിൻ്റെനൻസ് ഗ്രാന്റ്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് UDFന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയും ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് VK ബാബ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് ഞങ്ങൾ ഈ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാലാകാലങ്ങളിൽ നികുതി പിരിവും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ആ ഫണ്ട് എവിടെ ചെലവഴിക്കാനുള്ള, എവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. എന്നാൽ ഇന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആ ഫണ്ടുകളൊക്കെ തന്നെ ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന് സത്താർ വടക്കുംപാട് EM ആനന്ദവല്ലി, ഷംസുദ്ദീൻ IT, ഹാഷിം കാരോളം, M സൗദ, C ചന്ദ്രമതി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി തൃക്കരിപ്പൂർ ടൗണിൽ ജനപ്രതിനിധികൾ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ വിജയത്തിലൂടെ മാത്രമേ കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ പുറന്തള്ളാൻ മതേതര ഭാരതത്തിന് കഴിയൂ എന്ന് മുസ്ലിം ലീഗ് നേതാവും UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ കല്ലട്ര മാഹിൻ ഹാജി UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃക്കരിപ്പൂർ ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിന് സമീപത്തായാണ് ഓഫീസ് ആരംഭിച്ചത്. ഓഫീസിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് നേതാവും UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ കല്ലട്ര മാഹിൻ ഹാജി നിർവഹിച്ചു. ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ ഇന്നത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ സമുന്നതരായ ലഭ്യമായൊരു പത്രസംഘടന നടത്തി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഞങ്ങൾക്ക് നീതി നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തപ്പെട്ടു. പൊതുജനങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ
പിന്നീട് അതിലെ ഒരു ജഡ്ജി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയെങ്കിലും അദ്ദേഹത്തെ പോലും ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിക്കുള്ളിൽ നിർത്തുന്ന സാഹചര്യം നാം എല്ലാവരും കണ്ടതാണ്. ഇപ്പൊ അദ്ദേഹം BJPയുടെ രാജ്യസഭാ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം അനിവാര്യമാണെന്ന് കല്ലട്ര മോഹിൻ ഹാജി പറഞ്ഞു. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ AGC ബഷീർ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് PK ഫൈസൽ, 14 അബ്ദുറഹിമാൻ, KP കുഞ്ഞിക്കണ്ണൻ, VKP ഹമീദ് അലി, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KV ഗംഗാധരൻ, TV ഉമേശൻ, P കുഞ്ഞിക്കണ്ണൻ, TCA റഹ്മാൻ, KP പ്രകാശൻ, മാമുനി വിജയൻ, സത്താർ വടക്കുംപാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇഡ്ഡലിയുടെ വ്യത്യസ്തമായ രുചിഭേദങ്ങൾ ഒരുക്കി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ ഇഡ്ഡലി ഫെസ്റ്റ്. അന്താരാഷ്ട്ര ഇഡ്ഡലി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ നിർവഹിച്ചു. അന്താരാഷ്ട്ര ഇഡ്ഡലി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ നിർവഹിച്ചു. ഇഡ്ഡലി എല്ലാ സസ്യബുക്കും മാംസബുക്കുമായ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുടുംബശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ഗവേഷണങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഒരു ഇഡ്ഡലി മിക്സ് അല്ലേ, ഇഡ്ഡലി മിക്സ്, റെഡി മിക്സ് ഒരു സാധനം ഇപ്പം കുടുംബശ്രീ പുറത്തിറക്കിയിട്ട് അതിൻ്റെ ആദ്യ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ പ്രീതി KV, മെമ്പർ സെക്രട്ടറി PK സുരേഷ്, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ലീല MB, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ ഓഫീസ് പരിസരത്തെ കോഫി ബെങ്കിന് സമീപമാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. CDS അംഗങ്ങൾ, സംരംഭകർ എന്നിവർ ഒരുക്കിയ ഇഡ്ഡലിയുടെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളടങ്ങിയ വിഭവങ്ങളാണ് ഇഡ്ഡലി ഫെസ്റ്റിന്റെ ഭാഗമായി വിതരണത്തിന് ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU തൊഴിലാളി കുടുംബ സംഗമം പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU തൊഴിലാളി കുടുംബ സംഗമം പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ തൊഴിലാളിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇരിക്കുന്ന പാർക്കുന്ന വസതികൾ പണിതത്. മുഖ്യമന്ത്രി പാർക്കുന്ന വസതി പണിതതും തൊഴിലാളിയാണ്. ആ തൊഴിലാളിയുടെ കൈകളാണ്. ആ തൊഴിലാളികളോളം വിശുദ്ധിയുള്ള തൊഴിലാളിയോടൊപ്പം ഈ നമ്മുടെ സംസ്കൃതിയുടെ KV ചന്ദ്രൻ അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് P സന്തോഷ്, PV കുഞ്ഞപ്പൻ, KK കൃഷ്ണൻ, UV രാമചന്ദ്രൻ, PV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച T ഭാർഗവൻ, KV മഞ്ജേഷ് കുമാർ, A വിനയൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് കുടുംബസംഗമം ആഹ്വാനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യുവകലാ സാഹിതി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത കഥാകൃത്ത് തമ്പാൻ തായ്നേരിയുടെ പുതിയ പുസ്തകം ഉണ്ടപ്പന്റെ യാത്രയുടെ പ്രകാശനം നടന്നു. പയ്യന്നൂർ വ്യാപാരി ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ കാഞ്ഞങ്ങാട് പോക്സോ സ്പെഷ്യൽ ജഡ്ജ് C സുരേഷ് കുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. യുവകലാ സാഹിതി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഥാകൃത്ത് തമ്പാൻ തായ്നേരിയുടെ പുതിയ പുസ്തകം ഉണ്ടപ്പന്റെ യാത്രയുടെ പ്രകാശനം നടന്നു. പയ്യന്നൂർ വ്യാപാരി ഹാളിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ ജഡ്ജ് C സുരേഷ് കുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ്. എഴുത്തിൻ്റെ മേഖലയിൽ ഇപ്പോഴും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ 1-2 തവണ ഒരു മാസികയും പിടിച്ചു വീട്ടിൽ വരും. പക്ഷേ ഇതിലുണ്ട് എന്ന് ആദ്യം പറയാം. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. രാമകൃഷ്ണൻ കണ്ണോം പുസ്തക പരിചയം നടത്തി. രഘുവരൻ പയ്യന്നൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KV ബാബു, M രാമകൃഷ്ണൻ, KV പത്മനാഭൻ, അജയകുമാർ കരിവെള്ളൂർ, രമേഷ് കാളീശ്വരം, ശങ്കരൻ തെക്കിനിയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തമ്പാൻ തായ്നേരി എഴുത്തനുഭവം പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ 3ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. നർക്കോട്ടിക് ഡിവൈഎസ്പി A പ്രേംജിത്ത് സല്യൂട്ട് സ്വീകരിച്ചു.
മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ 3ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. 44 സീനിയർ കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ നർക്കോട്ടിക് ഡിവൈഎസ്പിയും SPC കണ്ണൂർ റൂറൽ DNOയുമായ A. പ്രേംജിത്ത് സല്യൂട്ട് സ്വീകരിച്ചു. പല സ്കൂളുകളിലും ഉണ്ടായിരുന്ന ആ ഒരു നമ്പർ ഏകദേശം 1000-ഓളം സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ SPCയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്ക് പരസ്പരം പറയാതെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. SPC കണ്ണൂർ റൂറൽ ADNO K. പ്രസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പെരിങ്ങോം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് P. രാജേഷ് മുഖ്യാതിഥിയായി. കേഡറ്റുകൾക്കുള്ള ഉപഹാരങ്ങൾ A. പ്രേംജിത്ത് വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക P. സുലേഖ, ഷീന കബീർ, VM രാധാകൃഷ്ണൻ, അബ്ദുൽ ഗഫൂർ എന്നിവർ സംബന്ധിച്ചു. CPOമാരായ VV ജയശ്രീ, MP ദീപ്തി എന്നിവർ നേതൃത്വം നൽകി. കേഡറ്റുകളുടെ രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് മാടായി ജനതാ ക്ലബ്ബ് പരിസരത്ത് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിക്ക് LDF നേതാക്കൾ നേതൃത്വം നൽകി. മാടായി ജനതാ ക്ലബ്ബ് പരിസരത്ത് വെച്ച വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററെ സ്വീകരിച്ചു. എന്നാൽ ഞാനത് തിരിച്ചു പറയുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിലേറെ നിർണായകമായ നമ്മുടെ രാജ്യത്തിലെ നമ്മളടക്കം 142 കോടി ജനങ്ങളുടെ സ്വീകരണ ചടങ്ങിൽ CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. OV രഘുനാഥ്, CP ഷിജു, PP ദിവ്യ, K. പത്മനാഭൻ, PP ദാമോദരൻ, V. വിനോദ്, P. ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഇഡലി ദിനത്തിന്റെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഇഡലി ഫെസ്റ്റ് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ലോക ഇഡലി ദിനത്തിന്റെ ഭാഗമായി ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഇഡലി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇഡ്ഡലി എന്ന് നമുക്കറിയാം, അതിനൊരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട്. അരി, ഉഴുന്നും എല്ലാം കൂടെ ചേർത്ത് ആവിക്ക് വെച്ച് ഏറ്റവും പോഷകപ്രധാനമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇഡ്ഡലി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ ഭക്ഷണശീലങ്ങളെല്ലാം മാറി വരുന്നതോടുകൂടി പല രോഗങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മാർഗം എന്ന രീതിയിൽ ഇതേപോലെ നമ്മുടെ തനത് ഭക്ഷണം, പോഷകപ്രധാനമായിട്ടുള്ള തനത് ഭക്ഷണം. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ E. വസന്ത, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, TV ഉണ്ണികൃഷ്ണൻ, MT സബിത, കൃഷി ഓഫീസർ ജയരാജ് നായർ, P. ഷിനോജ്, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ CDS ഭരണസമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇഡ്ഡലി ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധതരം ഇഡ്ഡലികളുടെ പ്രദർശനവും നടന്നു. 22 ഇനം ഇഡ്ഡലികളും കറികളും മത്സരത്തിലുണ്ടായി. വിജയികൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കുടുംബസംഗമം പയ്യന്നൂർ പെരുമ്പ ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡിൽ നടന്നു. AIDWA ജില്ലാ പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കുടുംബസംഗമം AIDWA ജില്ലാ പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ശ്രീജിത്ത്, ജില്ലാ പ്രസിഡന്റ് P. പുരുഷോത്തമൻ, ജില്ലാ സെക്രട്ടറി VK ബാബുരാജ്, PV കുഞ്ഞപ്പൻ, KK കൃഷ്ണൻ, KU രാധാകൃഷ്ണൻ, M. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഇമ്മാനുവൽ സെൽസ് വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാമണി ഫെസ്റ്റ്, ബിഗ് സെയിലിന്റെ ഭാഗമായി നടന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ സമ്മാനദാനം നിർവഹിച്ചു. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മാനുവൽ സിൽക്ക് പയ്യന്നൂരിന്റെ കവാടത്തുള്ള ഏറ്റവും നല്ല ഷോപ്പായി ഇന്ന് തുടങ്ങുകയാണ്. ഇതിനു മുമ്പൊക്കെ പയ്യന്നൂർ ഷോപ്പിങ്ങിന് വേണ്ടിയും കണ്ണൂരിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് തിരുത്തിക്കൊണ്ട് പയ്യന്നൂരിൽക്കാർക്ക് പയ്യന്നൂർ തന്നെ
വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇമ്മാനുവൽ സെക്സിൽ വിഷു, ഈസ്റ്റർ, റംസാൻ ഫിയസ്റ്റ, ബിഗ് സെയിലിൽ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. മാർച്ച് 16 മുതൽ തുടങ്ങി വിഷു ദിവസം വരെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മൈക്രോവേവ് ഓവൻ തുടങ്ങി വിവിധ തരത്തിലുള്ള സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുന്നത്. ദിവസേനയുള്ള നറുക്കെടുപ്പിൽ TV സഫ്വാൻ പുളിങ്ങോം, മജീദ സമീർ, T രാജീവൻ, സയാൻ പെരിങ്ങോം, V നവ്യ മണിയറ, P സുരേന്ദ്രൻ അന്നൂർ തുടങ്ങിയവർ മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ എന്നീ സമ്മാനങ്ങൾക്ക് അർഹരായി. മികച്ച വസ്ത്രങ്ങളുടെ കളക്ഷനും ദിവസേനയുള്ള സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും നിരവധിയായ കസ്റ്റമേഴ്സിനെയാണ് ഇമ്മാനുവലിലേക്ക് ആകർഷിക്കുന്നത്. ന്യായമായ വില, മികച്ച സെലക്ഷൻ, മികച്ച കസ്റ്റമർ സർവീസ് എന്നിവയാണ് ഇമ്മാനുവൽ സിൽക്സിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഇമ്മാനുവൽ സിൽക്സിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മാന വിതരണ ചടങ്ങിൽ ഷോറൂം മാനേജർ TP നാരായണൻ, പബ്ലിക് റിലേഷൻ മാനേജർ മുഹമ്മദ് ബഷീർ, മാനേജർ സുജിത്ത് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 32 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി R പ്രദീപന് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. മുൻ MLA TV രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി R പ്രദീപിന് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. മുൻ MLA TV രാജേഷ് യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ ചെറുതാഴത്തോട് റവന്യൂ വില്ലേജിൽ മാത്രമുള്ള ബാങ്ക് എടുത്തു നോക്കിയാൽ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിനോട് കിടപിടിക്കാൻ കഴിയുന്ന മറ്റൊരു ബാങ്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം. അപ്പോൾ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന് കതിരൂർ റവന്യൂ വില്ലേജ് മാത്രമല്ല പരിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു റവന്യൂ വില്ലേജിൻ്റെ പരിധിയിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിന് സാധ്യമായതിൻ്റെ പരമാവധിയിലെത്താൻ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. M ശ്രീധരൻ അധ്യക്ഷനായി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ്, AV രവീന്ദ്രൻ, IV ശിവരാമൻ, PV ഉമേഷ്, PV ബാലകൃഷ്ണൻ, P കുഞ്ഞിക്കണ്ണൻ, TV ഉണ്ണികൃഷ്ണൻ, C കരുണാകരൻ, K ദാമോദരൻ, M അനിൽകുമാർ, MV രാജീവൻ, PV ശാരദ, EP അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറിയുടെ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസി അവാർഡ് ജനകീയ ഗായകൻ അലോഷി ആദമിന് ലഭിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രമോദ് നായനാർ അവാർഡ് സമ്മാനിച്ചു. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറിയുടെ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസി അവാർഡ് ജനകീയ ഗായകൻ അലോഷി ആദമിന് റോട്ടറി ഡിസ്ട്രിക്ട് മുൻ ഗവർണർ പ്രമോദ് നായനാർ സമ്മാനിച്ചു. റോട്ടറി മിഡ് ടൗൺ മെഡോസിൽ ചേർന്ന അവാർഡ് ദാന ചടങ്ങിൽ പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ T രഞ്ജിത്ത് കുമാർ അധ്യക്ഷനായി. നോവലിസ്റ്റ് ജലജ രാജീവ് മുഖ്യാതിഥിയായി. നോവലിസ്റ്റ് ജലജ രാജീവിനുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ നടന്നു. ഡോക്ടർ K പത്മനാഭൻ, N സുരേഷ് ഷേണായി, ഗംഗാധരൻ മേലേടത്ത്, ഉപേന്ദ്ര ഷേണായി, ഡോക്ടർ ചൈതന്യ കൃഷ്ണ, K സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊവ്വൽ മണ്ടൂർ ഇടവൻ പുത്തലത്ത് തറവാട് പരാളിയമ്മ ധർമ്മ ദേവസ്ഥാനം കളിയാട്ടം മാർച്ച് 31, ഏപ്രിൽ 1 തീയതികളിൽ നടക്കും. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മണ്ഡലം തല പര്യടനത്തിന് തുടക്കമായി. കല്യാശ്ശേരി മണ്ഡലത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. താഴേക്കിടയിലെ മനുഷ്യരെ കൂടി കരുതുന്ന സംരംഭകരെയാണ് കാലം ആവശ്യപ്പെടുന്നതെന്ന് സ്പീക്കർ AN ഷംസീർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തൊഴിലിന്റെ ഭാഗമായി കൊണ്ടുനടന്നവർക്ക് നാടിന്റെ ഹൃദയത്തിലാണ് സ്ഥാനമെന്നും AN ഷംസീർ. POS മെഷീനുകൾ തകരാറിലായതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിൽ. കാർഡുടമകളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മുടങ്ങിയ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ്. തൃക്കരിപ്പൂരിൽ UDF ജനപ്രതിനിധികളുടെ പ്രതിഷേധം. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന വിവിധ ഗ്രാന്റുകൾ സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് ആരോപണം. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.